ഭാര്യയുടെ നഗ്ന ദൃശ്യങ്ങൾ വിറ്റ ഭർത്താവിനെ കൊട്ടിയം പോലീസ് പൊക്കി. ഇത് വലിയ വാർത്തയായിരുന്നു. കിടപ്പറ രംഗങ്ങൾ ഷൂട്ട് ചെയ്ത് സ്വന്തം ഭർത്താവ് അത് വിറ്റ് കാശാക്കിയിരുന്നു. കുറേ വർഷങ്ങളായി ഭാര്യയും ഭർത്താവും UK-യിലായിരുന്നു, ഇംഗ്ലണ്ടിലായിരുന്നു. ഇവരുടെ ഒരു പ്രണയ വിവാഹമായിരുന്നു. കഴിഞ്ഞ 8-10 വർഷം അവർ പ്രണയിച്ചു. അതിനുശേഷം അവർ കല്യാണം കഴിച്ചു, ഇംഗ്ലണ്ടിൽ പോയി. അവിടെ വെച്ച് ആ തുടക്കം മുതൽ ഇയാൾ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുമായിരുന്നു. കുളിമുറിയിലെയും ഒളിക്യാമറ വെച്ച് അയാൾ ഇത് പകർത്തുമായിരുന്നു. കിടപ്പറ രംഗങ്ങളെല്ലാം അയാൾ ഷൂട്ട് ചെയ്യുമായിരുന്നു. ഭർത്താവല്ലേ അത്. പക്ഷേ ഇയാൾ ഈ പ്രണയത്തിന് ശേഷം ആണ് ഇവർ മനസ്സിലാക്കിയത് ഇയാൾ അശ്ലീല വീഡിയോകൾക്ക് അഡിക്റ്റാണ്, അടിമയാണ്. അതാണ് ഇയാളുടെ നിത്യമായ തൊഴിൽ. ഭാര്യ ഭർത്താവും ഇംഗ്ലണ്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം അവരെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇയാൾ ഇത് ഷൂട്ട് ചെയ്യുമായിരുന്നു. അവർ ഭർത്താവല്ലേ എന്ന് കരുതി അതിൽ വലിയ പ്രാധാന്യം കൊടുത്തില്ല. രണ്ടാമത് കുളിമുറിയിലും ഇയാൾ ഒളിക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത് അതും ഇവർ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്താണ് അവരുടെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു, ഈ അശ്ലീല സൈറ്റുകളിൽ നിങ്ങളുടെ പടം വരുന്നുണ്ട്. അപ്പോഴാണ് ഭാര്യ ഞെട്ടി. അവരത് വാച്ച് ചെയ്തു നോക്കിയപ്പം തൻ്റെ കിടപ്പറ രംഗങ്ങൾ തന്നെയാണ് ഭർത്താവ് ഈ അശ്ലീല സൈറ്റുകൾക്ക് വിറ്റത് എന്ന് മനസ്സിലായി. അയാൾ പൈസ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. ഇയാൾ ഇവരുമായിട്ട് പ്രണയിച്ചിരുന്ന കാലഘട്ടം മുതൽ ഇയാളൊരു അഡിക്റ്റാണ്, അശ്ലീല വീഡിയോ കാണുന്ന ഒരു സ്വഭാവം ഇയാൾക്കുണ്ടെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ സ്വന്തം ഭാര്യയുടെ അശ്ലീല രംഗങ്ങൾ, കിടപ്പറ രംഗങ്ങൾ, കുളിസീനുകൾ അതെല്ലാം വിറ്റ് കാശാക്കുന്ന ഒരു ഭർത്താവിനെ അല്ല അവർ പ്രണയിച്ചത്. അവരെന്തായാലും ഇയാൾ ഈ രീതിയിൽ 8-10 വർഷം സഹിച്ചപ്പം പതുക്കെ ഇയാളെ നാട്ടിൽ കൊണ്ടുവന്ന് ചികിത്സിച്ച് കൗൺസിലിംഗ് ഒക്കെ നടത്തി ഇയാളെ വീണ്ടും ഭർത്താവായിട്ട് കൊണ്ടുപോകണം എന്ന് കരുതി. ഏതായാലും അയാളെ അറിയിക്കാതെ സൂത്രത്തിൽ കുറേ വർഷങ്ങളായി നാട്ടിൽ വരാതെ ഇരുന്നു. കാരണം പ്രണയ വിവാഹമാണ്, വീട്ടുകാർ പലരും ഇതിന് എതിർപ്പുമായിരുന്നു. എങ്കിലും ഇവർ വന്ന് കൊട്ടിയം പോലീസ് സ്റ്റേഷനിലെ പരിധിയിലാണ് ഇവർ താമസിക്കുന്നത്. അവരെ രണ്ടുപേരും ഇവരെ കൗൺസിലിങ്ങിനൊക്കെ ഇവർ സൂത്രത്തിൽ 2-3 ദിവസം കൊണ്ടുപോയി. 3 ദിവസം കഴിഞ്ഞപ്പം അതിക്രൂരമായ മർദ്ദനം കൂടെ തുടങ്ങി. ഇയാൾ കൗൺസിലിംഗ് കൊണ്ടതിൻ്റെ വാശിക്ക് ഇയാൾ മർദ്ദനം തുടങ്ങി. ഇയാൾക്ക് ആ അഡിക്ഷനിൽ നിന്ന് മാറാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഇയാൾ 3-ാം ദിവസം മുതൽ കൗൺസിലിങ്ങിൽ പോയുമില്ല. രണ്ടാമത് അവരെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. കൗൺസിലുകാരെ ഇവർ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പം ഇയാൾ അവരോട് തുറന്ന് സംസാരിച്ചു. തനിക്ക് അഡിക്ഷനാണ്, കുടുംബജീവിതത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല, തനിക്ക് സ്വതന്ത്രനായി ഇങ്ങനെ പറന്ന് നടക്കുന്നതിലാണ് തനിക്ക് താല്പര്യം എന്ന് പറഞ്ഞതായിട്ടാണ് പറയുന്നത്. അശ്ലീല വീഡിയോകൾക്ക് ഭർത്താവ് അടിമയായിരുന്നു എന്നുള്ളത് പ്രണയകാലത്ത് തന്നെ അവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവണം എന്നാണ് ഞാൻ കരുതുന്നത്. അത് ആ വ്യക്തികളിൽ മാത്രം ചുരുങ്ങി അവരുടെ കുടുംബത്തിൽ തന്നെ നിൽക്കും എന്നാണ് കരുതിയത്. പക്ഷേ ഇയാൾ ഇത് വിൽക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഇയാളെ നന്നാക്കി വീണ്ടും കൗൺസിലിംഗ് നടത്തി തൻ്റെ കൂടെ തന്നെ നിർത്താം എന്ന് കരുതിയതാണ്. പക്ഷേ പണി പാളി. 4 വയസ്സുള്ള കൊച്ചിൻ്റെ മുമ്പിൽ ഒരു അശ്ലീല വീഡിയോ എടുക്കാനും ഇയാൾ ശ്രമിച്ചു. അതിനെന്തായാലും ഒരു പോക്സോ കേസ് ഇപ്പോൾ എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. അതുതന്നെയല്ല, ഈ അശ്ലീല വീഡിയോ വിറ്റതിന് സെപ്പറേറ്റ് ഒഫൻസും കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഒരു അശ്ലീല പരിപാടികൾ നടത്താനായിട്ട് ശ്രമിച്ചത് അതിന് പ്രത്യേക കേസും പോക്സോ കേസും അതോടൊപ്പം തന്നെ മറ്റൊരു കേസും അത് ഇയാൾക്കെതിരായിട്ട് എടുത്ത് നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അതായത് അവർക്ക് ഏതായാലും ഈ ജീവിതം ഇനി അയാളെ ഒരു ഭർത്താവായിട്ട് കൊണ്ടുപോകുന്ന അത്ര സുരക്ഷിതമായിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം കോട്ടയത്ത് നേരത്തെ ഒരു സംഭവം ഉണ്ടായൊക്കെ നമുക്ക് ഓർമ്മ വേണം. ഇതുപോലെ 8-10 അശ്ലീല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന കുറേ ഭർത്താക്കന്മാർ അവിടെ ഒരു ഹോട്ടലിൽ വന്ന് താമസിച്ചിട്ട് അവർ അവരുടെ കാറിൻ്റെ കീയെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്ത് ആ കിട്ടുന്ന ആ കാറിൻ്റെ ഉടമസ്ഥൻ്റെ ഭാര്യ അവരോടൊപ്പം ശയിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങൾ കോട്ടയത്തുണ്ടായി. അതിൽ വിസമ്മതിച്ച സ്ത്രീയെ പിന്നെ ആ ഭർത്താവ്, അയാളാണ് ഇതിൻ്റെ ലീഡർഷിപ്പ് തുടക്കം മുതൽ എടുത്തത്. ആ ഭർത്താവ് ആ സ്ത്രീയെ കൊന്നുകളഞ്ഞു.
പിന്നീട് ഇയാളും മരണം വരിച്ചതായിട്ട് നമുക്ക് കാണാം. കാരണം ആ രീതിയിലുള്ള വ്യത്യസ്തമായ ചിന്താഗതികളും സമൂഹത്തിനൊട്ട് യോജിക്കാത്ത രീതിയിൽ വളർന്നു വരാൻ അംഗീകരിക്കാനും ഇവിടെ സമൂഹവും നിയമങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് ഒപ്പം നിൽക്കില്ല. അങ്ങനെയുള്ളവർക്കെതിരായിട്ട് അതിശക്തമായ നടപടി ഉണ്ടാവും. കാരണം കുടുംബ പശ്ചാത്തലവും എങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാരായി കഴിയേണ്ടത്, കുട്ടികളുടെ മുമ്പിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, നമ്മുടെ കുടുംബ പാരമ്പര്യങ്ങളാണ്, ഇന്ത്യയുടെ കുടുംബ പാരമ്പര്യം അങ്ങനെയാണ്. ആ രീതിയിലുള്ള കുടുംബ അന്തരീക്ഷത്തിൽ വ്യതിചലിച്ച് ഇതുപോലെ സ്വന്തമായി രീതിയിൽ വക്രപരമായ രീതിയിൽ പെരുമാറുകയും ചിന്തിക്കുകയും അതനുസരിച്ച് തൻ്റെ പാർട്ട്ണർമാരെയും കുട്ടികളെയും അതിലേക്ക് വലിച്ചടിപ്പിക്കുകയും ചെയ്യുന്ന ഭർത്താക്കന്മാർക്ക്, അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും അതിശക്തമായ നടപടി പോലീസ് എടുക്കണം. ഭാര്യമാരെ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. കുടുംബജീവിതത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാത്ത ഇതുപോലെയുള്ള ക്രിമിനലുകളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി അവരെ ജയിലിലടയ്ക്കുന്നതാണ് ഉത്തമം.